ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1-ലെ ദ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുത്ത്, ഒരു പൊട്ട് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഡോട്ട് എന്ന് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ, വൈ വാസ് വഷ്ടി സാഡ്? വഷ്ടി എന്തുകൊണ്ടാണ് ദുഃഖിതയായത്? വഷ്ടി വാസ് സാഡ് ബിക്കോസ് ഷീ കുഡിൻ ഡ്രോ എ പിക്ചർ. വഷ്ടിക്ക് സങ്കടം വന്നത് എന്തുകൊണ്ടാണ്? അവൾക്കൊരു പിക്ചർ അല്ലേ, അവൾക്കൊരു ചിത്രം പോലും വരയ്ക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് അവൾക്ക് സങ്കടം വന്നിരുന്നത്. What did the teacher ask Vashti to do after she had drawn the picture of a dot? വഷ്ടി ആ കുത്തിട്ട് കഴിഞ്ഞിട്ട്, ആ പേപ്പറിൽ കുത്തിട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ടീച്ചർ എന്താണ് വഷ്ടിയോട് ചെയ്യാൻ പറഞ്ഞത്? The teacher asked Vashti to sign her picture after drawing the dot. എന്താ പറഞ്ഞത്? ആ കുത്തിട്ട് കഴിഞ്ഞിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? നീ അതിൻ്റെ താഴെ ഒന്ന് സൈൻ ചെയ്യേ, നിൻ്റെ പേര് എഴുതുന്നാണ് ടീച്ചർ പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് വഷ്ടിസ് ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ? വഷ്ടിയുടെ പിക്ചർ, വഷ്ടി വരച്ച ആ ചിത്രം ടീച്ചർ എന്താണ് ചെയ്തത്? വഷ്ടിസ് ടീച്ചർ ഫ്രെയിംഡ് ഇറ്റ് ഇൻ സ്വേർലി ഗോൾഡ് ആൻഡ് ഹങ് ഇറ്റ് എബവ് ഹെർ ഡെസ്ക്. ടീച്ചർ എന്ത് ചെയ്തു? അവളുടെ ആ പിക്ചർ ടീച്ചർ ഫ്രെയിം ചെയ്തു അല്ലേ, സ്പൈറൽ രീതിയിൽ അല്ലേ, സ്വേർലി ആയിട്ട് അത് ഗോൾഡ് ഫ്രെയിം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ടീച്ചറുടെ ഡെസ്കിൻ്റെ തൊട്ട് മുകളിൽ ചുമരിൽ അല്ലെ, തൊട്ട് പിന്നിൽ ആ ചുമരിൽ അവരത് തൂക്കിയിട്ടു. ഓക്കെ, അടുത്ത ചോദ്യം, വൈ ഡിഡ് വഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? എന്തുകൊണ്ടാണ് വഷ്ടിക്ക് തോന്നിയത് അവൾക്ക് ഇതിലും നന്നായി ഒരു ഡോട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്? ബിക്കോസ്, ആൻസർ നോക്കാം. ബിക്കോസ് ഷീ ഹാഡ് ഓൾറെഡി മെയ്ഡ് 1 dot ആൻഡ് വാണ്ടഡ് ടു ഇംപ്രൂവ് ഇറ്റ്. എന്തുകൊണ്ടാണ്? അവൾ ഓൾറെഡി ഒരു ഡോട്ട്, ഒരു കുത്തിട്ട് കഴിഞ്ഞിരുന്നു അല്ലേ, അപ്പോൾ അവൾക്ക് എന്ത് തോന്നി? അവൾക്ക് അതിലും നന്നായി ഡോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും, കുത്തുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അവൾ വരച്ച ആ ചിത്രം അവൾക്ക് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു അല്ലേ, ഒന്നുകൂടി നന്നാക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇതിലും നന്നായി ഡോട്ട്സ് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നിയത്. അഞ്ചാമത്തെ ചോദ്യം, വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? വഷ്ടി ആ ആൺകുട്ടിയോട് ആ പിക്ചറിലൊന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ബിക്കോസ് ഷീ വാണ്ടഡ് ടു ഷോ ഹിം ദാറ്റ് ഈവൻ ഇഫ് ഹി കുഡിന്റ് ഡ്രോ എ പെർഫെക്റ്റ് ലൈൻ he could still make something beautiful by signing his name. എന്തുകൊണ്ടാണ് അവൾ സൈൻ ചെയ്യാൻ പറഞ്ഞത്? അവൻ പറഞ്ഞിരുന്നു അല്ലേ, അവന് നേരായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ പോലും വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾക്ക് എന്ത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു? അവന് സ്ട്രെയിറ്റ് ആയിട്ട് നേരായിട്ടൊരു വര പോലും വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അവന് എന്തെങ്കിലുമൊക്കെ ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ പേപ്പറിൽ ചെയ്യാൻ പറ്റുമെന്ന് അവനെ മനസ്സിലാക്കിക്കണമായിരുന്നു അല്ലേ. അവൻ വരയ്ക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും അവന് കഴിവുള്ളതുപോലെ, അവന് കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ അവന് ശ്രമിക്കാൻ പറ്റുമെന്ന് അവനെ പറഞ്ഞു കൊടുക്കണമായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അവനോട് ആ ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞത്. എന്നിട്ട് എന്താണ്? അതിൻ്റെ താഴെ സൈൻ ചെയ്യാനും പറഞ്ഞു അല്ലേ. അത് അവൻ വരച്ചിട്ടുള്ളതാണ്, അത് അവൻ്റെയാണ് എന്നുള്ളൊരു ബോധം അവനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? ഇനി ആ കുട്ടി എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദ ബോയ് വിൽ ഡ്രോ എ പിക്ചർ ജസ്റ്റ് ലൈക്ക് വഷ്ടി എൻകറേജ് ഹിം ടു ഡു ആൻഡ് ഷോ ഇറ്റ് ടു ഹെർ. എന്ത് ചെയ്യും ആ കുട്ടി? ആ കുട്ടി ഷുവറായിട്ടും ഡെഫിനറ്റായിട്ടും ഒരു പിക്ചർ, പുതിയൊരു പിക്ചർ വരയ്ക്കും അല്ലേ, പുതിയൊരു ചിത്രം വരയ്ക്കും. അവൻ വരച്ച ആ ലൈന് അതിനേക്കാളും നന്നായി വരയ്ക്കാൻ പറ്റുമെന്ന് അവന് ഉറപ്പുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു പുതിയ ലൈൻ വരച്ചിട്ട് അവനത് ഷുവറായിട്ടും വഷ്ടി കാണിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി ഇതിലൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു കഥയിലെ ചില ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് അതൊരു സ്റ്റോറി ആയിട്ട് എഴുതാനാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ ഒരു സിംഹമുണ്ട്, ഒരു റാറ്റ്, ഒരു എലിയുണ്ട്. എലി എന്തൊക്കെയോ കരഞ്ഞ് പറയുന്നുണ്ടല്ലേ. അപ്പോൾ സിംഹം ആ എലിയെ വെറുതെ വിടുന്നുണ്ട്. സിംഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഒരു ഹണ്ടറിൻ്റെ വലയിൽ ആ ഒരു ലയൺ കുടുങ്ങുന്നുണ്ട്. ഹണ്ടർ വിരിച്ച വലയിൽ അല്ലേ, വേട്ടക്കാരൻ വിരിച്ച വലയിൽ ആ
ലയണ് കുടുങ്ങുന്നുണ്ട്. ലാസ്റ്റ് എന്താ കാണുന്നത്, ആ എലി ആ സിംഹത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ ഇങ്ങനെയായിരിക്കും കഥ കേട്ടിട്ടുണ്ടാവുക. സിംഹം കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു എലി ആ സിംഹത്തിൻ്റെ മുകളിൽ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ സിംഹം എന്താണ്, അതിൻ്റെ ഉറക്കം ആ എലി ഇല്ലാതാക്കിയപ്പോൾ സിംഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. അപ്പോൾ എന്താ പറയുന്ന എലി, അയ്യോ എന്നെ ഇപ്രാവശ്യം വെറുതെ വിടണം, എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയും. അപ്പോൾ സിംഹം എന്താ ചെയ്യുന്നത്, നീ ചെറുതല്ലേ, നീയൊക്കെ എന്നെ എങ്ങനെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് ആ എലിയെ വെറുതെ വിടുന്നുണ്ട് അല്ലേ. പക്ഷെ എന്താ പിന്നീട് ഉണ്ടാവുന്നത്, ഒരു ദിവസം സിംഹം ഇങ്ങനെ പോകുമ്പോൾ അറിയാതെ ഒരു വേട്ടക്കാരൻ്റെ വലയിൽ പെടുന്നുണ്ട്. ആ സമയത്ത് സിംഹത്തിൻ്റെ കരച്ചിൽ കേട്ട് അവിടെ ഓടിയെത്തുന്നത് ആരാണ്, എലിയാണ്. ആ എലി തൻ്റെ പല്ലുകൾ ഉപയോഗിച്ചിട്ട് ആ നെറ്റൊക്കെ വെട്ടിക്കളഞ്ഞു അല്ലേ, കടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ആ സിംഹത്തെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ചെറുതായാലും അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ സഹായിക്കാൻ പറ്റും. ഒരാളും വലുതും ചെറുതും അല്ല അല്ലേ, അതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കാം. ഇങ്ങനെ എഴുതാം നമുക്ക് ആൻസർ. മൗസ് സീസ് എ ലയൺ സ്ലീപ്പിംഗ് ആൻഡ് സ്റ്റാർട്ട്സ് പ്ലേയിങ് ഓൺ ഹിം. ഒരു എലി എന്താണ്, ആ ലയൺ ഉറങ്ങുന്നത് കാണുന്നു, അതിൻ്റെ മേല് കയറി കളിക്കാൻ തുടങ്ങുന്നു. ദ ലയൺ വേക്സ് അപ്പ് ആംഗ്രിലി വിത്ത് എ ലൗഡ് റോർ. വലിയൊരു ശബ്ദമുണ്ടാക്കിയിട്ട് ദേഷ്യത്തോടു കൂടി ആരെണീക്കുന്നു, നമ്മുടെ സിംഹം എണീക്കുന്നു. ദ ലയൺ ടേക്സ് എ മൗസ് ആൻഡ് വാണ്ട്സ് ടു ഈറ്റ് ഹിം. ലയൺ എന്താ അടുത്തത് ചെയ്യുന്നത്, ആ എലിയെ പിടിച്ച് തിന്നാനായിട്ട് വായ തുറക്കുന്നു. ഇനി നാലാമത്തെ എന്താണ്, ദ മൗസ് ക്രൈസ് ആൻഡ് ആസ്ക്സ് ദ ലയൺ ടു ഫോർഗിവ് ഹിം. ദ ലയൺ ലെറ്റ് ഹിം ഗോ. മൗസ് കരഞ്ഞുകൊണ്ട് എന്ന് പറയുന്നു, എന്നെ വെറുതെ വിടണം, എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ലയണിനോട് കേണ് അപേക്ഷിക്കുന്നു. ദ ലയൺ ഫോൾസ് ഇൻ ടു എ ട്രാപ്പ് ആൻഡ് സ്ക്രീംസ് ഫോർ ഹെൽപ്പ്. അഞ്ചാമത്തേൽ എന്താ പറയുന്നത്, ലയൺ ഒരു ഹണ്ടർ വിരിച്ച് വലയിൽ വീണു അല്ലേ, ട്രാപ്പിൽ വീണു. എന്നിട്ട് എന്താണ്, കരഞ്ഞുകൊണ്ട് ഹെൽപ്പിനായിട്ട് ഓളിയിടുന്നു. ആറാമത്തേത്, ദ മൗസ് ബൈറ്റ്സ് ദ റോപ്പ് ടു ഹെൽപ്പ് ദ ലയൺ. എന്താണ്, മൗസ് ആ വലയുടെ ആ കണ്ണികളൊക്കെ കടിച്ചു പൊട്ടിക്കുന്നു. ദ ലയൺ ഈസ് ഫ്രീ ആൻഡ് സേസ് താങ്ക് യു ടു ദ മൗസ്. എന്ത് പറയുന്നു ലയൺ ഫ്രീ ആയപ്പോൾ വന്നിട്ട് ആ മൗസിനോട് താങ്ക് യു, നന്ദി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗം വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്